Good evening. Welcome to the election channel. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം എന്തിൻ്റെ സൂചനയാണ്? അത് വെറുമൊരു തെരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ പ്രതിഫലനമാണോ? അതോ ഭരണകക്ഷിക്കെതിരായ നിശബ്ദ ജനവിധിയുടെ സൂചനയാണോ? ആ ചോദ്യം ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ചർച്ചയാവുകയാണ്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK-ക്കും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും ഈ ഉയർന്ന പോളിംഗ് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളോടുള്ള ജനപിന്തുണയാണ് വോട്ടർമാരെ ബൂത്തിലെത്തിച്ചത് എന്ന് DMK കരുതുന്നു. അവരുടെ സജീവ പങ്കാളിത്തത്തിന് കാരണം തങ്ങൾക്കുള്ള പിന്തുണയാണെന്നും അത് ഭരണ തുടർച്ചയാകും എന്ന വിശ്വാസത്തിലാണ് DMK. അതേസമയം SIR-നെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ജനവിധി തനിക്ക് അനുകൂലമാക്കുമെന്ന് മമതയും കണക്കുകൂട്ടുന്നു. രണ്ടു സംസ്ഥാനങ്ങളിലും സ്ത്രീ വോട്ടർമാർ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള വോട്ടർമാരുടെ വലിയ സാന്നിധ്യം ഭരണകക്ഷിക്ക് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ രണ്ടിടത്തും മറ്റൊന്നാണ്. ഇത്രയും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഭരണകക്ഷിയോടുള്ള അതൃപ്തിയാണ് എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. അപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം എന്തിനെ സൂചിപ്പിക്കുന്നു? അത് വെറും SIR പോലുള്ള വോട്ടർ പട്ടിക പരിശുദ്ധത്തിൻ്റെ ഒരു ഫലമാണോ? അതോ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആദ്യ സൂചനയാണോ? വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. ഈ വിഷയം ചർച്ച ചെയ്യാം. തമിഴ്നാടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ബംഗാളിൽ അത് രണ്ടു ഘട്ടമാണ്. തമിഴ്നാടിൽ ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ അത് വലിയ ഒരു വിജയമെന്ന തരത്തിലാണ് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലെയും ഫലം പ്രവചിക്കുക എളുപ്പമല്ല. ഗുജറാത്തും മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയുമായി 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നു. തമിഴ്നാട്ടിൽ 234 ഇടത്തേക്കാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. അത് ഒറ്റഘട്ടമായാണ് അവിടെ നടന്നത് എന്നതും വ്യക്തമാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ 294 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിൽ പകുതിയിലധികവും ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 29-ാം തീയതി ബാക്കിയുള്ള പോളിംഗ് നടക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് പോളിംഗ് കണക്കുകൾ നോക്കിയാൽ രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായ ഒരു പങ്കാളിത്തമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പക്ഷേ ഏറ്റവും ഉയർന്ന പോളിംഗ് തമിഴ്നാട്ടിൽ കാണാൻ കഴിഞ്ഞു എന്നതാണ് കണക്കുകൾ നമുക്ക് നൽകുന്നത്. തമിഴ്നാട്ടിൽ അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 83% പോളിംഗാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം അവിടെ 84% മൊത്തം പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പുരുഷന്മാർ 83% വരുമ്പോൾ സ്ത്രീകളുടെ വോട്ട് അതിനേക്കാൾ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ 84.86% തമിഴ്നാടിൻ്റെ മൊത്തം പോളിംഗ് പെർസെൻറ്റേജ്. പശ്ചിമ ബംഗാളിൽ അത് 92% കടന്ന് നീങ്ങിയിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. 92.89% പോളിംഗ് അവിടെ ഉയരും എന്നതാണ് ഒടുവിലെ കണക്ക് ലഭിക്കുമ്പോൾ. അങ്ങനെയായിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 2021 അപേക്ഷിച്ച് 10.5% ആണ് ഉയർന്നിരിക്കുന്നത് എന്ന് പശ്ചിമ ബംഗാളിൽ നമ്മൾ മനസ്സിലാക്കണം. അതേസമയം തമിഴ്നാട്ടിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഉണ്ടായിട്ടുള്ളത് അവിടെ 2011 അവിടെ 78% ആണ് 2011 പോളിംഗ് ഉണ്ടായത്. അതേസമയം പശ്ചിമ ബംഗാളിൽ ഇതിനു മുൻപിലുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് 84%. 84.72 അത് 2011 ഒരു കണക്കാണ്. ഈ 2011 നിന്ന് നോക്കുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു വ്യത്യാസമാണ് ഇവിടെ പശ്ചിമ ബംഗാളിൽ പോളിങ്ങിന് ആയി ഉള്ളത്. ഏതായാലും നമുക്കിതിൻ്റെ വ്യത്യസ്ത കണക്കുകൾ ഓരോ ജില്ലയുടെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും എടുക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിൽ ആർക്കൊക്കെ ഗുണം നൽകും എന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ DMK നയിക്കുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് അലയൻസ് തുടർ ഭരണം കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. കാരണം നമുക്കറിയാം 2026 84.69% പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ
അത് 2021 73%, 2016 അത് 74.81%. 2011 വലിയ ഒരു പോളിംഗ് റൈസ് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണുന്നുണ്ട്. അത് 78.29%. 2006 ഇത് വെറും 70%. അവിടെ നിന്നാണ് 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ 84.69% തമിഴ്നാടിൻ്റെ പോളിംഗ് ഉയരുന്നത്. ഇത് SIR നടപ്പിലാക്കിയത് കൊണ്ടാകാം എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്ന് വലിയ തോതിൽ കണക്കാക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ വിജയുടെ രംഗപ്രവേശനം ഒരു വലിയ നേട്ടമായി എന്ന് കണക്കാക്കുന്നവരുണ്ട്. അത് നിലവിലുള്ള സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു വിരോധമാണ് എന്ന് കണക്കാക്കുന്നവരും ഉണ്ട്. ഏതായാലും ADMK നയിക്കുന്ന NDA സഖ്യം ആണ് ഇത് തങ്ങൾക്കനുകൂലമാകും എന്ന ചില കണക്കുകൂട്ടലുകൾ കൊണ്ടുവരുന്നത്. നടൻ വിജയുടെ പാർട്ടിയായ TVK തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റമാണ്. അവരും വലിയ പ്രതീക്ഷയിലാണ്. 25% വോട്ടുകൾ അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് വോട്ടുകൾ നേടാനാകും TVKക്ക് എന്ന് TVK അനുകൂലിക്കുന്ന നിരീക്ഷകർ ഒക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യവും തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനം അത് ഈ മൊത്തം പ്രക്രിയയെ വലിയ തോതിൽ ഊർജ്ജസ്വലമാക്കി എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ഒപ്പം തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കി എന്ന കാര്യത്തിലും സംശയമില്ല. വിജയുടെ ജനപ്രീതി അപൂർവഭൂതമായ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. പാർട്ടിക്ക് സംഘടനാപരമായി ശക്തിയില്ലെങ്കിലും അതിന് ഒരു ബഹുജന വിഭാഗത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ബഹുജന ആകർഷണം അതിൻ്റെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. നടൻ വിജയകാന്തിൻ്റെ 2006 തെരഞ്ഞെടുപ്പ് സ്വാധീനം നമുക്ക് മുന്നിൽ ഒരു ചരിത്രമായി ഉണ്ട്. അതിന് സമാനമായ സാഹചര്യം ആണോ നിലവിലുള്ളത് എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അന്ന് വോട്ട് വിഭജനം ഒന്നിലധികം മണ്ഡലങ്ങളിലെ ഫലങ്ങളെ സ്വാധീനിച്ചു. ADMK BJP സഖ്യത്തിന് ഇത് ഒരു നിർണായക നിമിഷമാണ്. അവിടെ ഒരു തകർന്ന പ്രതിപക്ഷം എന്ന നിലയിൽ നിന്ന് അവർ കുറെ കൂടി ശക്തി ആർജിച്ച് ഇത്തവണ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് ഏതു തലത്തിൽ പ്രതിഫലിക്കും എന്ന ഒരു വിലയിരുത്തൽ അവിടെ നടക്കുകയാണ്. അപ്പോൾ DMK നയിക്കുന്ന വിശാലമായ സഖ്യമാണ്. അതിനെ നേരിടാൻ ഉള്ള ഒരു തട്ടിക്കൂട്ട് മുന്നണിയാണ് അപ്പുറത്തുള്ളത് എന്ന ആരോപണം അവർ നേരത്തെ നേരിട്ടിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു പ്രചരണ രംഗത്ത് സജീവമാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് അവർക്ക് ഒരു പ്രധാന നേട്ടമാകുന്നത്. അപ്പോൾ ഈ സഖ്യം ഈ ADMKയുടെ BJP സഖ്യം ന്യൂനപക്ഷ വോട്ടർമാരെ അവരിൽ നിന്നകറ്റും എന്നാണ് DMKയുടെ കണക്കുകൂട്ടൽ. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നവർ കണക്കുകൂട്ടുന്നു. പക്ഷേ വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടിയും ഇത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന ഒരു കണക്കുകൂട്ടലാണ്. അപ്പോൾ ADMKക്ക് ചെറിയ ഒരു ഇടിവ്, ന്യൂനപക്ഷ വോട്ടർമാരുടെ പിന്തുണ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടൽ ഒരു വശത്ത് നിൽക്കുന്നു. ആ ഇടിവ് DMK തങ്ങൾക്ക് ഗുണമാകും എന്ന് വിചാരിക്കുന്നു. വിജയ് ആകട്ടെ അത് TVKക്ക് ഗുണമാകും എന്ന ഒരു നിലപാടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏതായാലും അവിടെ ഇത് വലിയ തോതിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാവുകയാണ്. അവിടെ ദേശീയ വിഷയങ്ങൾ പ്രധാനമായി ചർച്ചയായില്ല. തമിഴ്നാടിനകത്തുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമായി ചർച്ചയായത്. തെരഞ്ഞെടുപ്പ് ക്രമസമാധാനം ഒക്കെ പ്രധാനമായി ചർച്ച ചെയ്തു. അതുപോലെ വോട്ടർമാരുടെ താല്പര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചായിരുന്നു. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏതായാലും DMKയുടെ ഒരു കണക്കുകൂട്ടൽ 150 സീറ്റുകളോടുകൂടി വീണ്ടും അധികാരത്തിൽ തുടരാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് DMK വെച്ചു പുലർത്തുന്നത്. പല നിരീക്ഷണ കേന്ദ്രങ്ങളും തമിഴ്നാട്ടിൽ ബംഗാളിലും തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. DMK 150+ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടും എന്ന ഒരു പ്രതീക്ഷയിലാണ്. അതേസമയം ഈ ADMK NDA മുന്നണിക്ക് 70 സീറ്റുകൾ വരെ നേടാനുള്ള ഒരു ശേഷിയുണ്ട് എന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ ADMK കേന്ദ്രങ്ങൾ തങ്ങൾക്ക് തീർച്ചയായും ഒരു വിജയ തിളക്കം കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ ഉള്ളതിൽ 70 സീറ്റിലേക്ക് മുകളിലേക്ക് ഉയരാൻ ADMKക്ക് എത്രമാത്രം കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക അവിടെ നിൽക്കുന്നു. വിജയ്ക്ക് എത്ര മണ്ഡലങ്ങളിൽ മുന്നേറാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. 5 മുതൽ 15 സീറ്റുകൾ വരെയാണ് വിജയ്ക്ക് നേരത്തെ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്.
അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മാറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. ഏതായാലും DMK അവരുടെ ചില നിരീക്ഷണങ്ങൾ വയ്ക്കുന്നു. അവർക്ക് ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ചെന്നൈ സബർബൺ മേഖലകളിൽ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഈ കാവേരി ഡെൽറ്റ എന്ന് പറയുന്ന ഒരു മേഖല, കാവേരി നദീതടത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന മേഖലയിൽ തങ്ങൾക്ക് ശക്തിയായ സ്വാധീനമുണ്ട് എന്ന് അവർ പറയുന്നു. അത് പ്രത്യേകിച്ച് ഈ തഞ്ചാവൂർ മേഖല, കുംഭകോണം, പാപനാശം, നാഗപട്ടണം, മയിലാടുംതുറൈ തുടങ്ങിയ മേഖലകളിൽ തങ്ങൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്ന് അവിടെ പറയുകയും ചെയ്യുന്നു. അതേസമയം ഈ വടക്കൻ തമിഴ്നാടിൽ അല്ലെങ്കിൽ മധ്യ തമിഴ്നാടൊക്കെ NDA ലീഡ് ചെയ്യും എന്നാണ് അവിടെയുള്ള ഒരു നിലപാട്. ഇപ്പോൾ കോയമ്പത്തൂർ മണ്ഡലം, പ്രത്യേകിച്ച് ഈ കൊങ്കു ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ADMKക്ക് കാര്യമായ ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. പ്രത്യേകിച്ച് കോയമ്പത്തൂർ സൗത്ത്, നോർത്ത്, സിംഗനെല്ലൂർ, കുണ്ടുംപാളയം തുടങ്ങിയ മണ്ഡലങ്ങളിൽ, തിരുപ്പൂർ ജില്ലയിൽ, അതുപോലെ തിരുപ്പൂർ നോർത്ത്, സൗത്ത്, അവിനാശി, ഈറോഡ് ജില്ലയിലെ മണ്ഡലങ്ങൾ, ഈറോഡ് ഈസ്റ്റ്, ഈറോഡ് വെസ്റ്റിലൊക്കെ ഗോപിച്ചെട്ടിപ്പാളയം തുടങ്ങിയ മണ്ഡലങ്ങൾ വരെ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ തിരുപ്പൂരിൽ ADMKക്ക് കഴിയും എന്ന് പറയുന്നു. എന്നാൽ തെക്കൻ തമിഴ്നാടിൽ DMKയുടെ ശക്തമായൊരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് ഒരു പ്രവചനമായി നിലനിൽക്കുന്നത്. അപ്പോൾ മിശ്ര സ്വഭാവമുള്ള ചില മേഖലകൾ ഉണ്ട്. അവിടെ ഇത്തവണ DMKക്ക് ഒരു നേരിയ മേൽക്കൈ കിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മധുരൈ പോലുള്ള മണ്ഡലങ്ങളിൽ മധുരൈ പോലുള്ള പ്രദേശങ്ങളിൽ DMKക്ക് ശക്തി കേന്ദ്രമാകാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തലുണ്ട്. മധുരൈ സെൻട്രൽ ആകട്ടെ, മധുരൈ വെസ്റ്റ് അല്ലെങ്കിൽ തിരുനെൽവേലി തുടങ്ങിയ പാളയംകോട്ടൈ, തൂത്തുക്കുടി, വിരുദനഗർ തുടങ്ങിയ മണ്ഡലങ്ങൾ, ശിവകാശി തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ ഒരു വിജയം നേടാൻ DMKക്ക് കഴിയും. രാമനാഥപുരം, പരമകുടി തുടങ്ങിയ മണ്ഡലങ്ങളിൽ DMKക്ക് ഒരു നേട്ടമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് DMK ഉള്ളത്. പക്ഷേ ADMKയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ കോയമ്പത്തൂർ, തിരുപ്പൂർ, സേലം, നാമക്കൽ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. അവിടെ തങ്ങൾക്ക് എന്തായാലും എത്രമാത്രം ആ മേഖലകളിൽ നിന്ന് ജയിച്ചു കയറാൻ കഴിയും എന്നതാണ് അവരുടെ ഈ വരാനിരിക്കുന്ന നിയമസഭാ ഫലം വരുമ്പോൾ അവരുടെ പ്രകടനത്തിന് ആക്കം കൂട്ടുന്നത്, അവരുടെ പ്രകടനത്തിൽ തിളക്കം കൂട്ടുന്നത് ഈ മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടർമാരുടെ പ്രതിഫലനങ്ങളായിരിക്കും. ഏതായാലും TVക്ക് അവരുടെ ചില പ്രഭവ മേഖലകളിൽ അവർ കരുതുന്നുണ്ട്. അതിലൊന്ന് ചെന്നൈ നഗരമാണ്. നഗരമേഖലയിൽ തങ്ങൾക്ക് ചില സ്വാധീനങ്ങൾ ഉറപ്പാക്കാൻ കഴിയും എന്ന് പറയുന്നു. DMKക്ക് വലിയ സ്വാധീനമുള്ള മധുരൈ പോലുള്ള ജില്ലകളിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നവർ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ ADMKക്ക് സ്വാധീനമുള്ള തിരുപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ, DMKക്ക് സ്വാധീനമുള്ള കാഞ്ചീപുരം, അതുപോലെ തിരുവല്ലൂർ ജില്ലകളിൽ ഒക്കെ നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ഒരു വിലയിരുത്തൽ TVക്ക് അവിടെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ TVക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നിർണായകമായ പോരാട്ടമാണ്. ചെന്നൈ നഗരത്തിൽ DMKക്ക് വലിയ സ്വാധീനമുള്ള ചെന്നൈ നഗരത്തിൽ TVക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചിത്രം കുറെ കൂടെ അടയാളപ്പെടുത്തണമെങ്കിൽ ആ നഗരപ്രദേശത്ത് കാര്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയണം. അതിന് എത്രമാത്രം കഴിയുമെന്ന് വ്യക്തമല്ല. കാരണം ഈ കാവേരി ബെൽറ്റ് എന്ന് പറയുന്ന കാവേരി നദീതടത്തിന് ഭാഗമായി വരുന്ന പ്രധാന മണ്ഡലങ്ങൾ, അതായത് തഞ്ചാവൂരും അതുപോലെ കുംഭകോണവും തിരുവയ്യൂരുമൊക്കെ ഉൾപ്പെടുന്ന ആ മണ്ഡലങ്ങളിൽ അവർക്ക് എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും? കാരണം അവർക്ക് ശക്തമായ അവിടെ ഒരു DMKക്ക് ഒരു ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. കോയമ്പത്തൂർ, തിരുപ്പൂർ മുതലായി ഈ കൊങ്കു ബെൽറ്റിൽ പ്രധാനമായി ADMKക്ക് നല്ല സ്വാധീനമുണ്ട്. മധുരയിൽ കടന്നുകയറ്റം എളുപ്പമല്ല, പക്ഷേ അവരത് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മേഖലകളിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു വലിയ ചോദ്യം അവർക്ക് മുന്നിൽ അവിടെ നിൽക്കുകയാണ്. ഇതിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ചർച്ചയായത് ഈ ഭരണവിരുദ്ധ വികാരം അവിടെ കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്ന ഒരു ഘടകമാണ് അവിടെ ചർച്ചയായത്. പ്രത്യേകിച്ച് ഈ ADMKയിൽ നിന്ന് അകന്നുപോയ വനിതാ വോട്ടർമാരെ സ്വാധീനിക്കാൻ സർക്കാരിൻ്റെ പദ്ധതികൾ വഴി കഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ DMKക്കുണ്ട്. അത് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമാകും എന്ന ഒരു പ്രതീക്ഷയാണ് DMK വച്ചു പുലർത്തുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൻ്റെ പോളിംഗ് കഴിയുമ്പോൾ വലിയ ഒരു പ്രതീക്ഷയിലാണ് DMK. തമിഴ്നാട്ടിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാക്കാൻ
തങ്ങൾക്ക് കഴിയും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ഒപ്പം തന്നെ ചില പ്രത്യേക മേഖലകളിൽ വിവിധ ജാതി സമവാക്യങ്ങളൊക്കെ ശക്തമായ ആധിപത്യമുള്ളൊരു നാടാണ് തമിഴ്നാട്. അവിടെ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം വലിയ തോതിൽ പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിൽ നോക്കുമ്പോൾ ഈ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കരുത്തായ ഒരു പിന്തുണ DMK-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു തുടർഭരണത്തിനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും DMK പറയുന്നത്. ഇത് BJP അതുപോലെ ADMK സഖ്യത്തിന് എത്ര കണ്ട് മറികടക്കാൻ കഴിയും എന്ന ഒരു വലിയ ചോദ്യം അവിടെ അവർക്ക് മുന്നിൽ നിൽക്കുകയും ആണ്. അതേസമയം ഈ കാവേരി ഡെൽറ്റയിൽ അല്ലെങ്കിൽ കൊങ്കു ബെൽറ്റിൽ എന്തെങ്കിലും അട്ടിമറികൾ മാറ്റങ്ങൾ വരുമോ എന്നത് ഒരു ചോദ്യമാണ്. സൗത്ത് തമിഴ്നാടിൽ തെക്കൻ ജില്ലകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ വലിയ ചോദ്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ തോതിലുള്ള ഒരു അട്ടിമറികൾ സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രകടമാകാനുള്ള വഴി ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലം വരുമ്പോൾ ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം ഈ SIR-ൻ്റെ മാത്രമാണ് എന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അത് സർക്കാർ വിരുദ്ധ ഒരു വികാരത്തിൻ്റെ പ്രകടനമല്ല. സാധാരണഗതിയിൽ ഇത്തരം ഉയർന്ന പോളിംഗ് ശതമാനം ഉണ്ടാകുക എന്നത് സർക്കാർ വിരുദ്ധ ഒരു നീക്കത്തിൻ്റെ പ്രകടനമാണെങ്കിലും ഇത്തവണ അത് SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്നവർ കരുതുന്നു. സർക്കാരിന് അനുകൂലമായ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. തങ്ങളുടെ സ്റ്റാലിൻ എന്ന നേതാവിൻ്റെ വ്യക്തിപ്രഭാവം അതുപോലെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ്റെയും വ്യക്തിപ്രഭാവമൊക്കെ അവരുടെ താരപരിവേഷമൊക്കെ അദ്ദേഹം ട്രിപ്ലിക്കേനിലാണ് മത്സരിക്കുന്നത്. അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ഗുണം ചെയ്യും. ഒപ്പം ഈ വിട്ടുപോയ DMK-യിലേക്ക് ADMK-യിൽ നിന്ന് വിട്ടുപോയ DMK-യിലെത്തിയ ചില നേതാക്കൾ, പന്നീർസെൽവത്തെ പോലുള്ളവർ, അവരുടെ പിന്തുണയും വലിയ ബൊഡിനായ്ക്കൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ അവരെ സഹായിക്കും എന്നതാണ് ഒരു വിലയിരുത്തൽ. അതേസമയം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് നടന്നത്. ആ മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ നേർചിത്രം നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പരിശോധിക്കാം. ഒരു ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. വെൽക്കം ബാക്ക് ടു ഇലക്ഷൻ ചാനൽ. നമ്മളിനി ബംഗാളാണ് പരിശോധിക്കുന്നത്. ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 92.89% പോളിംഗ് ആണ്. ഉയർന്ന പോളിംഗ് ബംഗാളിൽ നമുക്കറിയാം. ഏതാണ്ട് 91 ലക്ഷത്തോളം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് SIR കഴിഞ്ഞപ്പോൾ പുറത്തായത്. അത് ബംഗാളിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒന്നാം ഘട്ടത്തിൽ അവിടെ നടന്നത് 16 152 മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നപ്പോൾ മമതാ ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ഇനി നടക്കാനുള്ളത് 142 മണ്ഡലങ്ങളിലാണ് 29-ാം തീയതി വോട്ട് നടക്കാനുള്ളത്. അതോടുകൂടി പിന്നീട് എല്ലാ കണ്ണുകളും മെയ് 4-നുള്ള അന്തിമ ഫലത്തിലേക്കായിരിക്കും എല്ലാവരും നോക്കിയിരിക്കുക. പശ്ചിമ ബംഗാളിൽ മത്സരത്തിൽ ഇത്തവണ അസാധാരണമായ തീവ്രത അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളായി പുറത്തു വരുന്നത്. അപ്പോൾ 2021-ലും 24-ലും അവിടെ വലിയ തോതിലുള്ള ആവേശം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ കൂടുതലാണ് എന്നൊരു പൊതു വിലയിരുത്തലാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ 92.89% പേർ പോളിംഗ് ബൂത്തിലേക്ക് നടന്നെത്തിയതിൻ്റെ കാരണം എന്നവർ പറയുന്നു. ഉയർന്ന വോട്ടർ പങ്കാളിത്തം വോട്ടർമാരുടെ ദൃഢനിശ്ചയത്തെ പ്രതിഫലിക്കുന്നു. അത് മാറ്റത്തിന് പൊരിഭർത്തൻ എന്നാണ് അവർ പറയുന്നത്. ഈ പരിവർത്തനത്തിന് വേണ്ടി അവിടെ ആളുകൾ തയ്യാറാകുന്നു എന്ന് പറയുന്നു. ചിലയിടങ്ങളിൽ ഈ ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യത്തിൻ്റെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവണതകൾ പ്രകടമായി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും അവിടെ നിന്ന് വരികയാണ്. ഏതായാലും ഒരു വിഷയമാണ് ബംഗാൾ പ്രധാനമായി ചർച്ച ചെയ്തത്. അത് പൗരത്വത്തിൻ്റെ, നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഒക്കെ അനുബന്ധമായ വിഷയങ്ങളാണ്. സാമ്പത്തിക ആശങ്കകളെയൊക്കെ മറികടന്നത് അവിടെ ഈ വിഷയങ്ങളാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രധാന ചർച്ചാ വിഷയമായത്. ബംഗാളിലെ പ്രധാന ആശങ്കയായി നിന്നത് ഈ SIR-ഉം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു വലിയ വിഭാഗത്തിന് വോട്ട് നഷ്ടമാകും എന്ന തരത്തിൽ അവിടെ പ്രചരണമുണ്ടായിരുന്നു. അതൊരു വലിയ ചർച്ചയായി. അതോടൊപ്പം അത് പോളിംഗ് ഉയരുന്നതിന് ഒരു വലിയ കാരണമായി എന്ന് പറയുകയാണ്. 2011-ൽ TMC ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ 84.33% പോളിംഗ് ഉണ്ടായിരുന്നു. ഒരു ഉയർന്ന പോളിംഗ് ആണ്. അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ
വികാരമാണ് അവിടെ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഉയർന്ന പോളിംഗ് നിരക്ക് അതല്ല എന്ന് TMC ചൂണ്ടിക്കാണിക്കുന്നു. അത് SIR ആണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നീക്കമാണ് അവിടെ ഈ മാറ്റത്തിന് വഴിവെച്ചത് എന്ന് പറയുകയും ചെയ്തു. 91 ലക്ഷം പേർ പുറത്തായതാണ് അവിടുത്തെ പ്രശ്നം. ബീഹാറിലും സമാനമായ ചിത്രം അവർ എടുത്തു കാണിക്കുന്നു. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഗണ്യമായ തോതിൽ അവിടെ പോളിംഗ് വർദ്ധിച്ചു. 67.13 2020 ഇത് 2015 20 ഇത് 57-56% 2020 50.29 2015 56 പിന്നീട് ബീഹാറിൽ ഉയർന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ അവിടെ ഒരു ഉയർച്ചയുണ്ടായി. അതാണ് ബംഗാളിലും ബീഹാറിനെ പോലെ ഒരു രീതിയാണ് ആവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും സ്ത്രീകൾ വലിയ തോതിൽ പങ്കെടുത്തു. മുഷീർദാബാദിലും ഒക്കെ വോട്ടിങ്ങിൽ കാണാൻ കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പല മണ്ഡലങ്ങളിൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലനം എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നതിലും മാൾഡ, നാർദിയ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. തൊഴിലാളികൾ തിരിച്ചു വന്നു എന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് തന്നെ വീണ്ടും അവിടെ തുടരാൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവരുടെ പദ്ധതികൾ, ലക്ഷ്മി ഭണ്ഡാർ പോലുള്ള പദ്ധതികൾ സ്ത്രീകളെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചു എന്നവർ പറയുന്നു. അതുപോലെ യുവസാത്തി പോലുള്ള പരിപാടികൾ യുവാക്കളെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചു എന്ന ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ പദ്ധതികളോടുള്ള പിന്തുണ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ആദ്യഘട്ടത്തിലെ കണക്കുകൂട്ടൽ. അപ്പോൾ ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും സ്വാഭാവികമായി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷ. പക്ഷേ BJP ബംഗാളിൽ വലിയ ഇരട്ടിയിൽ അധികമാകും അവരുടെ ആനുകൂല്യങ്ങൾ എന്ന തരത്തിലൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതൊക്കെ എത്ര കണ്ട് പ്രതിഫലിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ദിവസം മറ്റ് തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളുടെ കൂടുതൽ ചിത്രങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.